എല്ലാവർക്കും നമസ്കാരം. ഹൃദയം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോ എവിടെയായിരുന്നു തുടങ്ങിയത്? ആധുനിക കവിത്രയത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു ക്ലാസ് ആരംഭിച്ചത്. നമ്മള് കുമാരനാശാനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങള് ചർച്ച ചെയ്തു. ബാക്കി ചോദ്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പില് ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. ഇനിയും വാട്സപ്പ് ഗ്രൂപ്പില് അംഗമാകാത്തവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അംഗമാവുക. കൂടുതൽ ചോദ്യങ്ങള്, മുൻവർഷ ചോദ്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്രൂപ്പിലൂടെ പരിചയപ്പെടാം. നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് ആശാന്റെ ദുരവസ്ഥ എന്ന കാവ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്നും ഈ കാവ്യത്തെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നും പ്രസക്തമായ, വളരെ പ്രാധാന്യം അർഹിക്കുന്ന, മലയാള സാഹിത്യത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാവ്യമാണ് ആശാന്റെ ദുരവസ്ഥ. 1922 വർഷം മറക്കരുത്. 1922 ദുരവസ്ഥ. ദുരവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ള കാര്യം എന്തായിരിക്കും? അത് മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട കൃതിയാണ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ആശാന്റെ കൃതി ദുരവസ്ഥ, മറക്കരുത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? സാവിത്രിയും ചാത്തനും. നമുക്കറിയാം, നമ്മളെ നളിനിയെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങൾ നളിനിയും ദിവാകരനുമാണെന്ന് പഠിച്ചു. ലീല എന്ന കാവ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിലെ പ്രധാന കഥാപാത്രങ്ങൾ ലീലയും മദനനുമാണെന്ന് പഠിച്ചു. ഇവിടെ ദുരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ദുരവസ്ഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ സാവിത്രിയും ചാത്തനും. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ആശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. സാവിത്രി എന്ന യുവതി മലബാർ കലാപത്തിന്റെ സമയത്ത് ചാത്തൻ എന്ന യുവാവിന്റെ കുടിലിൽ അഭയം തേടുന്നതും അവർ തമ്മില് ഒരു ബന്ധം രൂപപ്പെടുന്നതും ഒക്കെയാണ് ദുരവസ്ഥ എന്ന കാവ്യത്തിലെ പ്രമേയം. ഇവിടെ ആശാൻ വാസ്തവത്തിൽ ജാതി വ്യവസ്ഥയെ എതിർക്കുകയും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. ശ്രദ്ധിക്കുക, ജാതി വ്യവസ്ഥയെ എതിർക്കുകയും മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ആശാൻ ദുരവസ്ഥ എന്ന കൃതിയിലൂടെയായിരുന്നു. സാവിത്രിയുടെയും ചാത്തന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് ആശാൻ ഈ കാര്യം ചെയ്തത്. ദുരവസ്ഥയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടിയായി EMS വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ദുരവസ്ഥയെ കുറിച്ച്, അതിന്റെ വർഷത്തെ കുറിച്ചും മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കൃതിയെ കുറിച്ചും ഒക്കെ ആ ഒരു തരത്തിലാണ് ചോദ്യങ്ങൾ വന്നത്. ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ദുരവസ്ഥയെ കേരളത്തിലെ പുരോഗമന സാഹിത്യത്തിന്റെ മുന്നോടിയായി വിശേഷിപ്പിച്ചത് ആര്? EMS ആണ് ഉത്തരം. ശ്രദ്ധിക്കുക, ദുരവസ്ഥ 1922 സാവിത്രി, ചാത്തൻ മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ചു. ജാതി വ്യവസ്ഥയെ എതിർക്കുകയും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി വരികൾ ശ്രദ്ധിക്കുക. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ, വരികൾ ശ്രദ്ധിക്കുക. മുമ്പോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി. പിന്നെ വിട്ടതാം ഹിന്ദുമതം ജാതിയാൽ താനെ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം. ഈ വരികളൊക്കെ ഏത് ആശാൻ കൃതിയിലേതാണ് എന്ന് ചോദിച്ചാല് ദുരവസ്ഥയാണ് ഉത്തരം. ഏകദേശം പ്രമേയവും മനസ്സിലാക്കി പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് വരി ചോദിച്ചാലും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ആശാനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയിലെ വരികൾ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെച്ചാൽ നല്ലതായിരിക്കും. അടുത്തത് 1923 കരുണ. 1923 ആശാൻ കൃതി കരുണ. ശ്രദ്ധിക്ക, വർഷം ശ്രദ്ധിക്ക. 1923 നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ആശാൻ മരിച്ചത് 1924 റെഡീമർ ബോട്ട് അപകടത്തിലായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ആശാന്റെ ജീവിതകാലത്തെ കുറിച്ച് നമ്മള് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന കൃതിയാണ് കരുണ. 1923 വർഷം ശ്രദ്ധിക്കുക. ഇനി കരുണയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഞ്ചിപ്പാട്ട് വൃത്തത്തിലുള്ള ആശാന്റെ കൃതി ഏത്? അല്ലെങ്കിൽ വഞ്ചിപ്പാട്ട് വൃത്തം ഏതാണ്? നദോന്നത വൃത്തം. നദോന്നത വൃത്തത്തിലുള്ള ആശാൻ കൃതി ഏത് എന്ന് ഒരുപാട് പരീക്ഷകൾക്ക്, ഈവൻ ജനറൽ PSCക്ക് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ആ കാര്യം ശ്രദ്ധിക്കുക. കരുണ 1923 നദോന്നത വൃത്തത്തിൽ രചിച്ച ആശാൻ കാവ്യമാണ് കരുണ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? വാസവദത്തയും ഉപഗുപ്തനും. വാസവദത്തയും ഉപഗുപ്തനും. നമ്മൾ നേരത്തെ പറഞ്ഞു, നളിനിയിലെ പ്രധാന കഥാപാത്രങ്ങൾ നളിനിയും ദിവാകരനും. ലീലയിലേക്ക് എത്തുമ്പോൾ ലീലയും മദനനും. ദുരവസ്ഥയിൽ ആരൊക്കെയായിരുന്നു? നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അല്ലെ?
ദുരവസ്ഥയില് സാവിത്രിയും ചാത്തനുമായിരുന്നു. കരുണയിലെത്തുമ്പോൾ വാസവദത്തയും ഉപഗുപ്തനും. വാസവദത്ത എന്ന വേശ്യാ സ്ത്രീക്ക് ഉപഗുപ്തനോട് തോന്നുന്ന അനുരാഗമൊക്കെയാണ് ഇതിലെ പ്രമേയമായിട്ട് വരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമയന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. ശ്രദ്ധിക്ക, സമയമായില്ല പോലും സമയമായില്ല പോലും പലപ്പോഴും നമ്മൾ ഇടക്ക് പറയുന്ന വരികൾ തന്നെയാണ്. പക്ഷെ ഏത് കൃതിയിലേതാണ്, ആരാണ് ഈ വരി രചിച്ചത് എന്നൊന്നും നമുക്ക് അത്ര പരിചയം ഉണ്ടാവാറില്ല. ഇത് ആശാന്റെ കരുണയിലെ വരികളാണ്. മറ്റു വരികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അനുപമ കൃപാനിധി തുടങ്ങുന്ന ആ വരിയും ശ്രദ്ധിക്കുക. പതിത കാരുണികരാം ആ വരിയും നിങ്ങൾ ശ്രദ്ധിക്കുക. ചുടുകാട് വിട്ടു ഈ വരിയും ശ്രദ്ധിക്കുക. ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് കൂടാതെ ചില കൃതികളുണ്ട്, ആശാന്റെ കൃതികളുണ്ട്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആശാന്റെ കൃതികളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന കൃതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആശാനെതിരെ വന്ന ഒരുപാട് ആരോപണങ്ങൾക്ക് മറുപടിയായി രചിച്ച കൃതിയായിരുന്നു ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. SNDPയും ആശാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ വന്ന ആരോപണങ്ങളെ അതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാല് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഈ അടുത്ത കാലത്തായി ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. പിന്നെ അതുകൂടാതെ നമ്മൾ കരുണയെ കുറിച്ച് പറയുമ്പോൾ ബുദ്ധമത ദർശനം ഇതിൽ കാണാൻ സാധിക്കും. ആ ഒരു കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക. ആശാൻ കൃതികളെ കുറിച്ച് പറയുമ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതുവരെ വന്ന ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ആശാന്റെ കൃതികളെ കുറിച്ച് കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. കൃതികളുടെ വരികൾ, ഓരോ കാവ്യത്തിലെയും വരികൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വിചിത്ര വിജയം അദ്ദേഹത്തിന്റെ നാടകമാണ്. പിന്നെ സിംഹപ്രസവം എന്ന കവിത. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഏത് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് വളരെ ധൈര്യത്തോടെ ശരിയായി തന്നെ ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോ നിങ്ങൾ ആശാനെ കുറിച്ചുള്ള ഇത്ര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും ആശാനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പൊ ഏത് പരീക്ഷയായാലും ധൈര്യത്തോടെ ഹാപ്പി ആയിട്ട് പഠിക്കുക. വിജയം എന്തായാലും നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം.